ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലാങ് കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കൊച്ചി ഭാഷ കയറി വരും, അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. ഇടി അടി അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു അടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ധൈര്യമായിട്ട് അടി ഉണ്ടാക്കും. മുമ്പ് തല്ലുണ്ടാക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം അപ്പാൻ രവി ഇടി ഉടങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സൈസ് ഉള്ളതാണോ മസിൽ മേനെന്ന് നോക്കില്ല, ഇടി അങ്ങ് പൂര ഇടിയാ. ഇടി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വലിയ ഇടിയൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ റൊമാൻസ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ചെറിയ റോട്ടിൽ കൂടെ നടന്നു പോണ ഒരു സീനാണ്, അങ്ങനെയെങ്കിലും നമ്മുടെ മുഖം വരണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഭാഗമാകും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയത് ഇത്തരത്തിലൊരു വലിയൊരു ഭാഗ്യമാണെന്ന് ഒരിക്കലും എനിക്കിപ്പോഴും സ്വപ്നമാണോ ഇത് റിയൽ ലൈഫാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാനും അച്ഛനും അമ്മയുടെ നടുക്കിരുന്ന സിനിമ ഉണ്ട്. എന്നെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനി മരിക്കും കാലം വരെ എനിക്ക് അതിലപ്പുറം വേറെ സന്തോഷം ഇല്ല എന്നുള്ളതാണ്. എനിക്കിനി അതിലപ്പുറം വേറെ ഒരു സന്തോഷം വേണ്ട. ഹീറോ ആയിട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എനിക്കൊരു നല്ലൊരു ആക്ടറായിട്ട്, നല്ലൊരു ഹീറോ അല്ല, എനിക്ക് നല്ലൊരു ആക്ടറായിട്ട് മാറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് പേടിയില്ലായിരുന്നു. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതലേ അടിയാ, ഇടി അടി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു അടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ധൈര്യമായിട്ട് അടി ഉണ്ടാക്കും. ആ ഒരു പേടി മാറി. മുമ്പ് തല്ലുണ്ടാക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം സാറ് ചേട്ടൻ ക്യാമറ വെച്ചിട്ട് അപ്പാൻ രവി ഇടി ഉടങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സൈസ് ഉള്ളതാണോ മസിൽ മേനെന്ന് നോക്കില്ല, ഇടി അങ്ങ് പൂര ഇടിയാ. അങ്കമാലി ചന്തയ്ക്കകത്തിരുന്ന് അടിപൊളിയപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് 3-4 പേര്. അയാളെ ഒരു വിരൽ മതി ഞാൻ തറ കിടന്ന് കറങ്ങാൻ. അയാൾ പറയും, എന്നാ ഇടിയാ മനുഷ്യൻ നീ ഇടിച്ചേ, ഇങ്ങനെയൊന്നും ആരും ഇടിക്കാൻ പാടില്ല. സത്യം അതൊക്കെ ആരെങ്കിലും ഇപ്പം ചിരി വരുവാ. ഞാൻ ആന്റണി വർഗീസ്. അങ്കമാലി ഡയറീസിൽ 3 കാലഘട്ടങ്ങളിലൂടെയാണ് വിൻസെന്റ് പെപ്പയുടെ കഥ കടന്നു പോകുന്നത്. എൻ്റെ കറക്റ്റ് പ്രോപ്പർ പ്ലേസ് കരയാമ്പറമ്പാണ്. ഞങ്ങൾ പണ്ട് അങ്കമാലിയിലാണ് താമസിച്ചത്. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലാങ് കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കൊച്ചി ഭാഷ കയറി വരും. അപ്പോൾ അത് ലിജോ ചേട്ടൻ പറഞ്ഞ് അങ്കമാലിയിലേക്ക് കൊണ്ടുവരും. അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. കാരണം പഠിച്ചതൊക്കെ മഹാരാഷ്ട്രയിലായതുകൊണ്ട് കൂടുതൽ കമ്പനി അവിടെ തന്നെയായിരുന്നു പിള്ളേരൊക്കെ ആയിട്ട്. ഇതായിരുന്നു മനസ്സിലെപ്പോഴും സ്വപ്നം. നാടകവും സിനിമയൊക്കെ തന്നെയായിരുന്നു മനസ്സിലെപ്പോഴും സ്വപ്നം. അത് കാരണം തന്നെ ലൈഫിൽ ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്കമാലി ഡയറീസ് എന്ന സിനിമ എൻ്റെ ഫസ്റ്റ് മൂവി. എനിക്കതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ അപ്പാനി രവി എന്ന ക്യാരക്ടറാണ്. സിനിമയിലെ മെയിൻ വില്ലനാണ്. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഭാഗമാകും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ നാടകങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഓഡീഷൻസിന് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഭാഗമാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ കിട്ടിയത് ഇത്തരത്തിലൊരു വലിയൊരു ഭാഗ്യമാണെന്ന് ഒരിക്കലും എനിക്കിപ്പോഴും സ്വപ്നമാണോ ഇത് റിയൽ ലൈഫാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ സാധാരണക്കാരായിരുന്നു. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അമ്മ ഹൗസ് വൈഫാണ്. അപ്പം ഞങ്ങൾക്കുള്ള സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അഭിനയം പഠിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാനിവിടെ MI തിയേറ്റർ പഠിക്കാനായിട്ട് വന്നത്. എനിക്ക് ആക്ടിങ് പഠിക്കണം, അല്ലെങ്കിൽ ആക്ടിങ് ഒന്നും പഠിക്കാനുള്ളതല്ല, നാടകം പഠിക്കണമെന്നുള്ള, നാടകവും പഠിക്കാനുള്ള, നാടകത്തിലേക്ക് എന്തെങ്കിലും അറിവ് നേടണമെന്ന് വെച്ചാൽ ഇവിടെ കാലടിയിൽ എത്തിയത്. അവിടെ ഒത്തിരി നാടകങ്ങൾ ചെയ്തു, നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിൽ അവസരം കിട്ടുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. സത്യത്തിൽ കാർണിവലിൽ അങ്കമാലി ഡയറീസ് എന്ന സിനിമ റിലീസായപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അച്ഛനും അമ്മയും പെങ്ങളളിയും ഹസ്ബൻഡും എല്ലാവരും കൂടെ വന്നിട്ട് ഞാനും അച്ഛനും അമ്മയുടെ നടുക്കിരുന്ന സിനിമ ഉണ്ട്. എന്നെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനി മരിക്കും കാലം വരെ എനിക്ക് അതിലപ്പുറം വേറെ സന്തോഷം ഇല്ല എന്നുള്ളതാണ്. എനിക്കിനി അതിലപ്പുറം വേറെ ഒരു സന്തോഷം വേണ്ട. ജനങ്ങളെല്ലാവരും അപ്പാൻ രവി എന്ന കഥാപാത്രത്തിനെ ഏറ്റെടുക്കുകയും എവിടെ നോക്കിയാലും അപ്പാൻ രവി സീൻ കാണിക്കുമ്പോൾ അപ്പാൻ രവിയെ കുറിച്ച് കൈയടിക്കുകയും ജയ് വിളിക്കുകയും ചെയ്യുന്നു. പിന്നൊരു സന്തോഷം, ഈ നമ്മളെ അറിഞ്ഞിടാത്ത ആൾക്കാർ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. പല സ്ഥലത്തു നിന്നും, കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും പല ജില്ലയിൽ നിന്നും പല ആൾക്കാരും വിളിച്ചിട്ട് അപ്പാനി രവിചേട്ടനാണല്ലോ, രവിചേട്ടനല്ലേ, ഫേസ്ബുക്കിൽ നിന്ന് നമ്പർ എടുത്ത് വിളിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ വരണം, ഒരുപാട് സന്തോഷം, ഞങ്ങളിവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ചേട്ടൻ, അപ്പം ഒരുപാട് സപ്പോർട്ടാണ്, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. ഇതെല്ലാം പറയുന്നത് ലോക്കൽസ് പയ്യന്മാരാ, കട്ട ലോക്കൽ പയ്യന്മാരാ. കാരണം എന്താ, ഞങ്ങൾ അങ്കമാലി ഡയറീസിലെ കട്ട ലോക്കൽസ് ആയതുകൊണ്ട് മാത്രമാണ്. എടാ, ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ?
അതെ, ശരിക്കും നാച്ചുറൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇടി തന്നെയായിരുന്നു. ഇടിയുടെ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഒരുത്തൻ്റെ മൂക്കിൻ്റെ പാലം ഒടിഞ്ഞ് ആശുപത്രിയിലാണ്. എനിക്കൊക്കെ അത്യാവശ്യം മൂക്കിനടികൊണ്ട് മൂക്കിൽ നിന്ന് ചോരയൊക്കെ വന്നു. നമ്മുടെ കൂട്ടുകാരന്മാർക്കൊക്കെ ഇടികൊണ്ട് ആശുപത്രിയിലൊക്കെ ആയി. എന്താണ് ശരിക്കും അവിടെ അതേപോലെ തന്നെ പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ പേടിച്ചു. നമ്മൾ സാധാരണ ജീവിതത്തിൽ അങ്ങനെ ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുമല്ലോ, അതുപോലെ തന്നെ ഇതിനകത്ത് ഞങ്ങൾ പേടിച്ചു. ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വലിയ ഇടിയൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ റൊമാൻസ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കാരണം റൊമാൻസ് ചെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ചെയ്യാനായിട്ട്. അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അവളായിട്ടുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായെന്ന് തോന്നുന്നു. ഞങ്ങൾ നല്ല കമ്പനിയാണ്, അതുകൊണ്ട് അങ്ങനെ നാണമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ചെറിയ റോട്ടിൽ കൂടെ നടന്നു പോണ ഒരു സീനാണ്. അങ്ങനെയെങ്കിലും നമ്മുടെ മുഖം വരണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ഇങ്ങനെ ഒരു ലിജോ ചേട്ടൻ്റെ പടത്തിൽ അതും ഹീറോ ആയിട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് ആ തിയേറ്ററിൽ ഞാൻ അങ്കമാലി കാർണിവലിലാണ്. അപ്പം എൻ്റെ വീട് അങ്കമാലി തന്നെയാണ്. കാർണിവലിൽ എൻ്റെ അപ്പനെയും അമ്മയുടെയും അനീതിയുടെയും എൻ്റെ റിലേറ്റീവ്സിൻ്റെ എൻ്റെ നാട്ടുകാരുടെയും ഒപ്പം വരുന്നത് അങ്കമാലി ഡയറീസ് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായി, കണ്ണൊക്കെ നിറഞ്ഞുപോയി. എല്ലാവരും ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയാണ്. പിന്നെ ലിജോ ചേട്ടനും ചെമ്പൻ ചേട്ടനും ഇതിനു വേണ്ടി എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഒരു 35 ലക്ഷം രൂപ നമുക്ക് ഈ പ്രശ്നം തീർക്കാം. ഇതൊരു കച്ചവടമാണ്. ഞങ്ങൾക്ക് ലാഭകണ്ണ വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കും. അപ്പാനി രവി എന്ന കഥാപാത്രം എൻ്റെ ഈ രൂപത്തിലും ഭാവത്തിലും നിങ്ങൾ കാണുന്ന പോലെയൊന്നും അല്ല. അപ്പാനി രവി എന്ന കഥാപാത്രം ഭയങ്കര ചൂടനാണ്. പുള്ളിക്കാരൻ ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും ആവശ്യത്തിന് മാത്രം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു ബോൾഡ് ക്യാരക്ടറാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ എന്നെപ്പോലത്തെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം സംശയമായിരുന്നു. കാരണം ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, വാദോരെ സംസാരിക്കും. തിയേറ്റർ ആയതുകൊണ്ട് തന്നെ വാദോരെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ വാദോരെ സംസാരിക്കും. അപ്പോൾ ഈ ക്യാരക്ടർ നന്നായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ അപ്പാനി രവി എന്നുള്ള ക്യാരക്ടർ വേറെ ആളെ കണ്ടിട്ടല്ല, അത് ആ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ട് നമ്മൾ ഓൾറെഡി നമ്മളെ മൈൻഡിലും നമ്മളെ വോയിസിലും നമ്മുടെ ബോഡിയിലും കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്തത്. ഒരുപാട് സന്തോഷം. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ അപ്പാനി രവി എന്ന കഥാപാത്രം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയത് തന്നെ ലിജോ സാറും വിനോദേട്ടൻ്റെ ഒറ്റ കഴിവുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞങ്ങളാരും ഒന്നുമല്ല. നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സാറിന് തുറന്ന് പറയാം. സാറേ അങ്ങനെ ഒന്ന് ചെയ്തോട്ടോ സാറേ, അങ്ങനെ ചേട്ടാ അങ്ങനെ ലിജോട്ടാ അങ്ങനെ സംഭവം ചെയ്തോടാ കുഴപ്പമില്ല, പുള്ളി അങ്ങനെ കൂളായിട്ട് പറയും. നന്നായിട്ട് നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ കയ്യിൽ നിന്ന് എന്ത് സാധനങ്ങൾ വേണോ ചെയ്യാം. അതിൽ കുറേ മാൻഡ്രസങ്ങളായാലും നമ്മുടെ എടുക്കുന്ന പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കത് ഒരുപാട് ചെയ്യാൻ പറ്റും. അത് സിനിമയിൽ കാണുന്നുണ്ട്, പല സീൻസിലും അങ്ങനെയുള്ളൊരു ലെങ്തി ഷോട്ടിലൊക്കെ സീൻസ് അങ്ങനെ സംഭവമുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ വില്ലനാണ്, ഓക്കെ, അപ്പാൻ രവിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അപ്പാൻ രവി എന്ന് വെച്ചാൽ ഇവരാരും മൈൻഡ് ചെയ്യും. പെപ്പയെന്നല്ല ആരും വന്നാലും അപ്പാൻ രവിക്ക് ഒരു കുഴപ്പമില്ല. ആ രീതിക്കാണ് ഞാൻ അവിടെ നിന്നത്. പുള്ളി എന്ത് പറഞ്ഞാലും ഞാൻ അപ്പുറം നിൽക്കുകയുള്ളൂ. അത് ക്യാരക്ടറാണ്. പക്ഷെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതൊക്കെ മേലെയാണ് നിന്നത്. ആ ഒരു ഫസ്റ്റ് സീൻ ഞാൻ എൻ്റെ ഫുൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് എന്നെ കുട്ടിക്കാലം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഫസ്റ്റ് സീൻ ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ജീപ്പിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു സ്ലോ മോഷൻ സീൻ ഉണ്ടായിരുന്നു. അന്ന് ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷേ എന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണിക്കുന്ന ആ സീനിലാണ്. ഞാനാണോ ഇത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ഭയങ്കര രസമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തിയേറ്റർ ഭയങ്കര ഐഡിയ ആയിരുന്നു ആ സീനിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനാണത്. പിന്നെ ഇപ്പോഴും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. ആ വീട്ടിൻ്റെ അകത്തുള്ള വൈഫും ആയിട്ടുള്ള വഴക്ക് പറയുന്ന സീനും തോട്ടേറുന്ന സീനൊക്കെ അതിരിപ്പോഴും കുറച്ച് പേർക്ക് പല ആൾക്കാരെയും വിളിച്ച് പറയുന്നുണ്ട്. ലാസ്റ്റൊക്കെ ഒട്ടും പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര എല്ലാവരും നല്ല ഹെൽപ്പായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് വെച്ചാൽ പടത്തിൽ ഒരു ചായ കൊണ്ട് തരുന്ന പ്രൊഡക്ഷൻ ബോയ് തൊട്ട് ഡയറക്ടർ സാൽ വരെ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഫുൾ നമുക്ക് സപ്പോർട്ടായിരുന്നു. നമ്മളെ ഡയറക്ടേഴ്സ് ആയിരുന്നു അവരെല്ലാവരും. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. രവി അങ്ങനെയല്ല, ഇങ്ങനെ നീ ചെയ്തു നോക്ക്. പിന്നെ നമ്മളത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാ ആക്ടേഴ്സിനും ആരെന്ത് പറഞ്ഞാലും ഇപ്പം മരം കൊത്തി സ്വിച്ചോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അവനത് ഉൾക്കൊള്ളും.
ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുമ്പോഴും രാജൻ പറയും എടാ നീ ഇങ്ങനെ ചെയ്തു. അപ്പോൾ അത് ഒരു ഗ്രൂപ്പ് വർക്കായിരുന്നു, ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. 11 മിനിറ്റ് ഷോട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം 3 ദിവസമായിട്ടാണത്. 3-ാമത്തെ ദിവസവും ടേക്ക് ഓക്കെ ആയിരുന്നു. ആദ്യ ദിവസം ഫുൾ പ്രാക്ടീസ്, സ്റ്റണ്ട് പ്രാക്ടീസ്, അങ്ങനെ 2 ദിവസം. ആദ്യ ദിവസം ഫുൾ പ്രാക്ടീസ്, അത് കഴിഞ്ഞപ്പോൾ 2:30-3 മണിയായി. പിന്നെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഉച്ചയ്ക്കെത്തി ഫുൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കതൊരു ബാഹുബലി 4 ആയിരുന്നു സത്യമായിട്ടും. അത് എങ്ങനെയെങ്കിലും ആ ടേക്ക് സാർ ഉദ്ദേശിക്കുന്നത് പോലത്തെ ആ രീതിക്ക് തന്നെ ആ ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര കഷ്ടപ്പെട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ സ്റ്റണ്ട് ഓരോ ടേക്ക് പോകുമ്പോഴും ഓരോ സ്റ്റണ്ട് ഉണ്ട്. ഈ ജനങ്ങളുടെ ഇടയിൽ കിടന്ന് ഇടികൊള്ളണം, ഞങ്ങൾക്ക് എനിക്കിങ്ങനെ കുത്തുകൊള്ളുന്നുണ്ട്. ഈ ടേക്ക് ഓക്കെ ആവുന്നവരെ ഞങ്ങൾക്ക് വേദന ഇല്ലായിരുന്നു. സാറിനി എത്ര രാത്രി പറഞ്ഞാലും പോരാ ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത്രയും ഇടി കൊണ്ടിട്ടാണ്, അത്രയും റോട്ടിൽ കിടന്ന് ഇടിയും ഉള്ളലും ആ തെക്കും തിരക്കിലും പെട്ട് ഇടിയെ കൊണ്ടിട്ട് വീണ്ടും പറയണം ഓക്കെ കട്ട് റെഡി ആയില്ല, ഒന്നും കൂടെ ചെയ്യാൻ. നമുക്ക് ഒന്നും കൂടെ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ നല്ല ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ട്, ലിജോ ചാൻ്റെ കൂടെ തന്നെ ഇനിയും നല്ല പടങ്ങൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ട്, എന്തായാലും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. എനിക്കൊരു നല്ലൊരു ആക്ടറായിട്ട്, നല്ലൊരു ഹീറോ അല്ല, എനിക്ക് നല്ലൊരു ആക്ടറായിട്ട് മാറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ലൊരു പെർഫോമറായിട്ട് മാറാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ സ്വയം ആശംസിക്കുന്നു. പ്രേക്ഷകരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അങ്കമാലി ഡയറീസ് കട്ട ലോക്കേഴ്സ് 3 ദിവസം കൊണ്ട് ഇപ്പോൾ എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ, വമ്പൻ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലോക്കൽ പടമാണ്, ഇത് സാധാരണക്കാരുടെ സിനിമയാണ്. എല്ലാവർക്കും പോയി കാണാം. അപ്പം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളുടെ ലൈഫാണ് ഈ സിനിമ, ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്. നിങ്ങളായിട്ട് ആ പ്രതീക്ഷ തകർക്കരുത്. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങൾ അങ്കമാലി എന്ന സിനിമ നിങ്ങൾ ഏറ്റെടുത്തതുപോലെ തന്നെ ഇത് ഒരുപാട് ദിവസത്തേക്ക്, കൂടുതലൊന്നും വേണ്ട, ഒരു 150 ദിവസം നല്ല അടിപൊളിയായിട്ട് ഓടി ഞങ്ങളെ പടം ഞങ്ങൾ വിജയിപ്പിച്ച് തരണം. എങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഞങ്ങളെ പടം കാണണം. താങ്ക് യു.